അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ അല്ലേ? ഫസ്റ്റ് വീഡിയോ കണ്ട ചിരിയാണ്. ഒരു നല്ലൊരു മടിയുണ്ട് എന്തായാലും. ഒരു ചാനൽ തുടങ്ങാനുള്ള എന്തായാലും നമുക്ക് എന്തായാലും ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങാനുള്ള ലെവലിൽ നമ്മളെന്തായാലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇവ എന്നെ മണാലി കൊണ്ടുപോവാന്ന് പറഞ്ഞു. അതെന്തിനാ പറഞ്ഞേ? മണാലിയോ? എന്തായാലും ഇത് ഫസ്റ്റ് അടിച്ചെങ്കിൽ ഏതെങ്കിലും ഒന്നിനെങ്കിൽ ഫസ്റ്റ് കിട്ടിയെങ്കിൽ ഉറപ്പാണ്. உண்மையிலே வர சொன்னாங்களா சார்? என்ன சார் இப்படி கேட்குறீங்க? നാളു ഇന്ന ബാഗിൽ രണ്ടെണ്ണോ കൈമിൽ ഒന്ന്. കണ്ണൂർ ഞാൻ അടിക്കും മര്യാദക്കും മണാലി കൊണ്ടുപോയിക്കോളാം കേട്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നമ്മൾ ടൂറിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അടിപൊളി ട്രെയിനിന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയത് 12 മണിക്ക്. ട്രെയിൻ ഏതാ ടൈം? ട്രെയിൻ 3 മണി. സൂപ്പർ. ഇപ്പോൾ ട്രെയിനിലുള്ളത് പണിയായിട്ടുള്ളത്. രണ്ടാൾ മറ്റേ ടൈം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പതുക്കല് രണ്ടാൾക്ക് 2 ബോഗിയിലൊക്കെ കിട്ടി. ഫസ്റ്റ് AC ഫ്ലൈറ്റിൻ്റെ പ്രൈസും കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ രണ്ടാൾക്കും 2 ക്യാബിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആകെ പണിയായി. നോക്കാം, സീറ്റ് വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇതിപ്പോൾ രാജധാനിൻ്റെ ഫുഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കിട്ടിയതാണ് ഇപ്പോൾ കാണിക്കുന്നത്. കോൺഫ്ലെക്സ് ഉണ്ട്, അതേപോലെ പാല്, നല്ല ഓംലേറ്റും പിന്നെ കുറച്ച് വെജീസും ഉണ്ട്. പിന്നെ നല്ല മാംഗോൻ്റെ ഒരു ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. ഇതെന്താ? ബ്രെഡും പിന്നെ ബട്ടറും. നല്ല ബട്ടറും ബ്രെഡും അതേപോലെ അടിപൊളി മുട്ട ഓംലേറ്റ്. നല്ല മുട്ട ഓംലേറ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ചൂടോടെ. ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഫുഡ്. കോംപ്ലക്സ് ഉണ്ട്, മാളുണ്ട്, ഫുഡ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹറുവാട എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഹറുവാട ഏത് സ്ഥലം എന്നൊന്നും അറിയില്ല. നല്ലൊരു സ്ഥലം. ഇത് നമുക്ക് ഫുഡിന് മുന്നായിട്ട് കിട്ടുന്ന ഒരു സൂപ്പാണ്. മിക്സ്ഡ് വെജിറ്റബിൾ സൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി. അതിൻ്റെ കൂടെ സൂപ്പ് സ്റ്റിക്സ്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ചൂടുവെള്ളം തന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് സൂപ്പിൻ്റെ ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഫുഡിൻ്റെ അത് തന്നെ നല്ല ഫുഡാണ്. ക്വാളിറ്റി ഒന്നും പറയണ്ട.
ടേസ്റ്റ് ചെയ്തൊക്കെ. ഞാൻ 30 കയറ്റി. ഉപ്പ് അധികമാ. ഇതേപോലെ ഇതപ്പോൾ വേറൊരു സാധനം കിട്ടിയിട്ട് This one is very nice. ഇവിടെ റസ്ക്കില്ല, റസ്ക്കെല്ലാം പൊട്ടുന്ന സാധനം. ഇത് എൻ്റെ കൂടെ ഒരു ബട്ടർ കിട്ടും. ബട്ടറിനെ കൂടെ കൂട്ടിയിട്ട് ഇതൊക്കെയാണ് ഇവിടെ ബട്ടർ ചെയ്താൽ കിട്ടും. ഇത് കുറച്ച് റൈസ് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് വറവ് ചിക്കൻ എന്തോ ദാൽ ചായയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ല മെയിൻ വേണ്ട കാര്യം മിക്സിലുണ്ട്. ചായൻ്റെ സുഖം കുറച്ച് ചായ അത് മുമ്പ് തുടങ്ങി സ്വീറ്റ്സ് അല്ല, ഒരു എരിവ് ഫുഡ് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇത്ര ഇഷ്ടല്ലേ. രാവിലെ ഫുഡ്, ഉച്ചക്ക് ഫുഡ്, വൈകുന്നേരം ഫുഡ്. അങ്ങനെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മെയിൻ ഫുഡ് വരുന്ന ഇടയ്ക്ക് ഒരു സൂപ്പ്, വൈകുന്നേരം ചായ, അതും എന്തൊക്കെ ഐറ്റംസ് അല്ലേ. ഇത് മിക്സർ എന്റെ കൂടെ കിട്ടിയ ഐറ്റംസ് എല്ലാം ഇവിടെ ബാക്കിയാ ചായനപ്പം കിട്ടിയ. ട്രെയിനിൽ പോകുന്നവരെല്ലാം ഏത്തി കംഫർട്ട്മെന്റ് എടുക്കാൻ പ്രത്യേക ശ്രദ്ധിക്കും. ജസ്റ്റ് ചായ കുടിച്ചിട്ട് അതിന്റെ പാത്രം തിരിച്ചു കൊടുക്കുന്നേ. ഇപ്പൊ അടുത്ത വന്നു സൂപ്പ്, ടൊമാറ്റോ സൂപ്പും നമ്മളെ ശുചിത്വത്തെ എപ്പം പറയുന്ന ടൊമാറ്റോ സൂപ്പ്. പിന്നെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ നേരത്തെ കണ്ട ആ സ്റ്റിക്കും. ഇതിപ്പോ രാത്രിത്തെ ഫുഡ് അല്ല, ചെറിയെന്തോ മാറ്റണ്ടോ. ചിക്കൻ മാറിയെല്ലാം കൂടി ചിക്കൻ ഉച്ചക്കത്തെ സെയിം തന്നെ അല്ലേ. ഉച്ചക്ക് ഇതുണ്ടായിരുന്നു അതിന് പകരം ഒരു പൊട്ടറ്റോ. പൊട്ടറ്റോ ഫ്രൈ ജസ്റ്റ് ഇവിടെ ഡൽഹി, അടുത്ത സ്റ്റോപ്പ് ഡൽഹി. ഇപ്പം അങ്ങനെ തണുപ്പ് അങ്ങ് എക്സ്ട്രീം എത്തിയിട്ടുള്ള വെള്ളത്തിലല്ലേ ഓൾമോസ്റ്റ് ഇത്ര ഒരു 10 ഡിഗ്രി താഴെ തണുപ്പുണ്ടാവും. എന്താ ലെവലിൽ തണുപ്പ്. നല്ല ബ്രെഡും ജാമ. ഓംലെറ്റ്, പഴമുണ്ട്, കോൺഫ്ലെക്സ്, ബട്ടർ, കുറച്ച് വെജീസ്.
करोगे हाँ या ऑटो चाहिए तो मेरे को फोन करने का आपका नंबर दीजिए नंबर दे दीजिए। ഗൈസ് ഡൽഹി ഓട്ടോ പിടിച്ച് ജസ്റ്റ് റൂമിലേക്ക് പോകുന്നതാണ്. ഓട്ടോ എടുത്ത് 100-110 പോകുന്നത്. हो जाएगा हाँ मॉर्निंग निकलना चाहिए, मॉर्निंग 9 बजे इवनिंग तक होएगा. हाँ इवनिंग 5 बजे तक 5 बजे तक क्लियर होएगा, Clear हो जाएगा. रूम में पहुंच जाएगा. शाम को ठंडा नहीं पड़ेगा आप ही नहीं रहोगे बाहर में दिल्ली इधर से ऑनलाइन भी बुक करना चाहिए. ऑनलाइन जब बुक करोगे तो वो जहाँ बुलाएगा आपको हाँ वहाँ जाना पड़ेगा फिर आपको छोड़ेगा जहाँ पे आपको पिकअप करेगा हाँ. फिर वहाँ छोड़ देगा वो एजेंट है तो वो जैसे ट्रैवलिंग एजेंसी है तो तो वो अपने आप छोड़ेगा हाँ ट्रैवलिंग एजेंसी वाला हाँ अपने आप छोड़ देगा वो और होटल वाला जहाँ बुक कराएगा हाँ तो होटल वाला होटल वाले के पास जा छोड़ेगा. जैसे इस रोड पे छोड़ेगा होटल जाने का ऐसा छोड़ेगा वो मेरे को बुलाओगे तो मैं तो आपके साथ रहूँगा